അപ്പം ആടുജീവിതം എന്നുള്ള സിനിമയ്ക്കകത്ത് രാജു മെലിഞ്ഞു അല്ലെങ്കിൽ താടി വളർത്തി എന്നുള്ളതല്ല. അവിടെ അതിനകത്ത് അപ്പുറത്ത് നിങ്ങളാരും അറിയാത്ത ചില ആർട്ടിസ്റ്റുകൾ പെർഫോം ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളൊന്നും പടം കണ്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആടുജീവിതമായിരിക്കും. പക്ഷേ അത് അവിടെ ചെല്ലുന്ന സമയത്ത് ഈ 500 പടത്തിനകത്ത് ചിലപ്പോൾ അതവിടെ നിൽക്കില്ലായിരിക്കും. അതുകൊണ്ട് ഇത് പാർഷ്യാലിറ്റി ആയിട്ട് മാത്രം കണക്കാക്കാൻ പറ്റില്ല. യെസ്, അപ്പം ചോദിക്കും കേരള സ്റ്റോറി എന്നുള്ളത്. കേരളത്തിനെ അവമാനിക്കാൻ വേണ്ടി. കേരളത്തിന് എന്താ അവമാനിച്ചിരിക്കുന്നത്? അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും തൊടുപുഴയിൽ ഒരു പെൺകുട്ടി മരിച്ചില്ലേ? സോ ലെറ്റ് us നോട്ട് ബി ബയസ്ഡ് അബൌട്ട് ദിസ് തിങ്. നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ളത് പറയുന്നത് തന്നെയാണ് തെറ്റ്. എൻ്റെ മകൻ തെറ്റ് ചെയ്താൽ എൻ്റെ മകൻ തെറ്റ് ചെയ്തു എന്ന് പറയാനുള്ള മനസ്സുള്ളൊരു അച്ഛനാണ് ഞാൻ. അതാണില്ലാത്തത് ഇവിടെ. അപ്പം നമ്മൾ കേരള സ്റ്റോറി ഇതിന് കഴിഞ്ഞ് ഇവിടെ പിണറായി സഖാവ് അടക്കം ഇത് പറഞ്ഞപ്പോഴത്തേക്കും അതിനപ്പുറത്ത് തൊടുപുഴ പ്രോമിനൻ്റ് ആയിട്ടാണ് കോതമംഗലത്ത് എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായി. ഇപ്പം നാഷണൽ അവാർഡ് വന്നപ്പോഴത്തേക്കും ഈ ഗോഡ് ലൈഫ് ഇത് ആടുജീവിതത്തിന് അവാർഡ് കിട്ടാത്തത് എമ്പുരാൻ കാരണമാണെന്നൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാം, ഞാൻ നാഷണൽ അവാർഡ് ജൂറി ചെയർമാനായിട്ടിരുന്നുള്ളൊരാണ്. 2017 നോർത്തിൻ്റെ ചെയർമാൻ ഞാനായിരുന്നു. ഓൾ ഇന്ത്യ ചെയർമാൻ രാഹുൽ റാവേലുമായിരുന്നു. ആ സമയത്ത് മമ്മൂക്കാന് അവാർഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കുറേ ആൾക്കാർ തെറി വിളിച്ചു. ഇതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഈ അവാർഡ് കമ്മിറ്റിയിൽ സൗത്ത് 1, 2. സൗത്ത് 1 ഏതാണ്? തമിഴ് ആൻഡ് മലയാളം. സൗത്ത് 2 തെലുങ്ക് ആൻഡ് കന്നഡ. നോർത്ത് ഈസ്റ്റ് മഹാരാഷ്ട്ര, ഗുജറാത്ത് ആൻഡ് ആ സൈഡിലുള്ള പടങ്ങൾ. സെൻട്രൽ അത് ഡൽഹി, അതിൻ്റെ ചെയർമാനാണ് ഞാൻ. ഹിന്ദി, ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ് ആൻഡ് സൈലൻ്റ് ആയിട്ടുള്ള പടങ്ങൾ. ഇങ്ങനെ 4 കാറ്റഗറി അവിടെ. പിന്നെ നോർത്ത് ഈസ്റ്റ്. ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളാണ്. ഈ ഗ്രൂപ്പിൽ നിന്ന് മലയാളം തമിഴിൽ നിന്ന് സൗത്ത് 1 നിന്ന് സെലക്ഷൻ കിട്ടിയിട്ട് വേണം. ഇതിൽ 75 പടങ്ങളുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 10 17 പടങ്ങളാണ് സെലക്ട് ആവുന്നത്. ഈ പടങ്ങളാണ് മുകളിലേക്ക് വരുന്നത്. അപ്പം എന്താണ് എല്ലാവരുടെയും ഈ 10 17 15 പടങ്ങളായിട്ട് സെൻട്രൽ വന്നു. അവിടെ ഈ ചെയർമാൻമാർ മാത്രം റിമെയിൻ ചെയ്ത് മെമ്പേഴ്സൊക്കെ അങ്ങ് പോയി പുതിയ 6 പേര് വരും. അപ്പോൾ 6ഉം 5ഉം 11 ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം ടോട്ടൽ ചെയർമാൻ അടക്കം കൂടിക്കഴിഞ്ഞാൽ 11 ആൾക്കാർ. അപ്പം ഇവിടുന്ന് വന്നില്ല, മമ്മൂക്കാൻ്റെ പടം സൗത്തിൽ നിന്ന് വന്നിട്ടില്ല മുകളിലേക്ക്. പക്ഷെ തെറി മുഴുവൻ എനിക്കാണ് കേൾക്കുന്നത്. എന്നെ ഏറെ കയറ്റിയിരിക്കുകയാണ്. ഇയാൾ മോഹൻലാലിൻ്റെ ഫാനാണ്, അതുകൊണ്ട് മമ്മൂക്കാനെ അവാർഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. വേറെ സിറ്റാസിൻ കം. എന്നിട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ടോ? ഞാനും രാഹുൽ റാവേലും ആയിട്ട് നല്ല ബന്ധമാണ്. ഞാൻ പറഞ്ഞു, രാഹുൽജി ഓ ഫിലിം മമ്മൂക്ക का फिल्म हाँ मैं भी देखना चाहता हूँ, റീകോൾ ചെയ്തു. അത് നമുക്ക് ചെയ്യാതെ. അങ്ങനെ ഞങ്ങൾ റീകോൾ ചെയ്തിട്ട് ഈ പടം അവിടെ എത്തുന്നു. ഈ 11 പേരിരുന്ന് കാണുകയാണ്. ഇതിൽ ഈ 11 പേരിരുന്ന് കാണുന്നത് ആ ഒരു മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ളൊരു മകളുള്ളൊരു അച്ഛനായിട്ട്, മകളുടെ അച്ഛനായിട്ടുള്ള തമിഴ് പടം ഉണ്ടല്ലോ, തമിഴ് മലയാളം പേരണ്ട്. ഇത് ഇവിടെ വന്നപ്പോഴത്തേക്കും ഇവരും റിജക്റ്റ് ചെയ്തു. അതിനെന്താ വെച്ചാൽ ഇടയ്ക്കെന്തോ എവിടേക്ക് ഒരു കൊമേഴ്ഷ്യൽ എലിമെൻറ്റ് വല്ലാതെ വന്ന് കയറിയിട്ട് ഒരു വലിച്ചു കെട്ടി. ഞാൻ തേനപ്പൻ്റെ അടുത്ത് പറഞ്ഞു, ആ സൈഡ് നീ കട്ട് ചെയ്തിട്ട് വിട്ടേക്കേട്ടോ എന്ന് പറഞ്ഞതായിരുന്നു. അല്ലോ വിട്ടില്ല. പക്ഷെ ചീത്തപ്പേരാർക്ക് മേജർ രവി അവിടെ ഇരുന്നു മമ്മൂക്കാനെ കട്ട് ചെയ്തതാണ്. ഇവർക്ക് എന്തും പറയാം. ഇതേപോലെയാണ് ആടുജീവിതത്തിൻ്റെ സൗത്ത് നിന്ന് മുകളിലേക്ക് പോയിട്ടില്ല. സൗത്തിലിരുന്നിരുന്ന ആൾക്കാരിന്ന് മുകളിലേക്ക് വിട്ടിട്ടില്ല. പിന്നെ നിങ്ങളറിയാത്ത എത്രയോ ബെറ്റർ പടങ്ങൾ, 500 ചില്ലാനം പടങ്ങൾ അവിടെ വരുന്നുണ്ട്, പേര് പോലും കേൾക്കാത്ത. ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ നാഷണൽ അവാർഡ് കൊടുത്തത് ഏതിനാണെന്നൊരു എല്ലാവരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം, ഗുജറാത്തി പടം. ഞാൻ ഫസ്റ്റ് ഒരു 10 മിനിറ്റ് കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നീട് കഴിഞ്ഞിട്ട് ഒരു ശബ്ദം കേട്ടിട്ട് എണീക്കുമ്പോൾ ഒരു പാട്ടാണ്. ഈ പാട്ടിൽ നിന്നാണ് പടം പിക്കപ്പായി പോയിരിക്കുന്നത്. ഗുജറാത്തിലത്തെ ഒരു ഡാൻസ്, പെണ്ണുങ്ങളവിടെ ഡാൻസ് ചെയ്യാൻ പാടില്ല, അവിടെ ഒരു ഡിസർട്ടിൽ നടക്കുന്നൊരു സംഭവമാണത്. ഇത് കഴിഞ്ഞ് പടം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പിന്നെ ഞാൻ കണ്ട പടമുള്ള സമയത്ത് ഞാനിത് വേറെ ഇട്ടിട്ട് ഫസ്റ്റ് 10 മിനിറ്റ്സ് പിന്നെ ഇരുന്ന് കണ്ടു. ഉഗ്രം. നമ്മൾ ഡിസൈഡ് ചെയ്ത് ഈ പടത്തിന് നാഷണൽ അവാർഡ് തീരുമാനമാക്കി. അതിൽ വേറൊരു രസം എന്താണ്, ആദ്യമായിട്ടാണ് 12 ഹീറോയിൻസിന് ഒരുമിച്ചിട്ട് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടുന്നത്. അതിലുള്ള 12 പെണ്ണുങ്ങൾക്ക് നമ്മൾ സ്പെഷ്യൽ ജൂറി അവാർഡ് കൊടുത്തു സ്റ്റേജ് കയറ്റിയിട്ട്. സോ ലെറ്റ് us നോട്ട് ടോക്ക് അബൌട്ട് ഫിലിം. പേഴ്സണലി അല്ലെങ്കിൽ ആസ് എ ഈവൻ പാർട്ടി നേരത്തെ പറഞ്ഞ റിലീജിയസ് ഇത്, അതായത് ഫോർ എക്സാമ്പിൾ ലവ് ജിഹാദ് എന്നുള്ളത്, ഇല്ലെങ്കിൽ ഈ ഡ്രഗ്സിന്റെ നേരത്തെ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള യൂസേജ് ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണും.
എൻ്റെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രശ്നമില്ലല്ലോ. അവൻ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു കട്ടർ ഹിന്ദു ഒക്കെ തന്നെയാണ്, പക്ഷെ എന്നോട് ഫെനറ്റിക് ഹിന്ദു. ഞാൻ അമ്പലത്തിൽ പോകും, പള്ളിയിൽ പോകും. ക്രിസ്ത്യൻ പള്ളിയിൽ ഞാൻ 3 വർഷം എല്ലാ ഞായറാഴ്ചയും 3 വർഷത്തിൽ ഞാൻ പോയിട്ടുള്ളതാണ്. കാരണം എൻ്റെ ചീഫ് ഞാൻ റോഡ്രിക്സ് ക്രിസ്ത്യനാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ പോയേ പറ്റൂ. എനിക്ക് ഫുൾ റിച്വൽസ് അറിയാമായിരുന്നു. പക്ഷെ ഞാനവിടെ ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈശോനെ കാണുന്നത് ഞാൻ ചിലപ്പോൾ കൃഷ്ണനിൽ കൂടെ ആയിരിക്കും. എൻ്റെ ഫെയ്ത്താണ്. ഇതുപോലെ എൻ്റെ മകന് ഇങ്ങനെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു, കഴിച്ചു. പക്ഷെ ഒന്നേ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ വീട്ടുകാരോടും പറഞ്ഞു, ഇവിടെയും പറഞ്ഞു. ജാതി മാറ്റം വല്ലതും അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആദ്യം അങ്ങനെ വല്ല എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ അത് പറയണം. അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല. അവർ തമിഴ്നാട് ക്രിസ്ത്യൻസാണ്, കോത്തഗിരിയുള്ളവർ. കല്യാണം എന്നുള്ളത് ഞങ്ങൾ അമ്പലത്തിലും വെച്ചില്ല, എവിടെയും വെച്ചില്ല, ഹോട്ടലിൽ വെച്ചാണ് നടത്തി. മെഴുതിരിയുണ്ട്, നിലവിളക്കും ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പോയാൽ കല്യാണം കഴിച്ചപ്പോൾ 2 വർഷമായിട്ട് ഇപ്പം ഇന്നലെ 2ാമത്തെ വർഷത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഹാപ്പി ആയിട്ട് എന്നോട് ജീവിച്ചു പോകുന്നുണ്ട്. അതിൽ പ്രശ്നമില്ല. പക്ഷെ നീ ലവ് ചെയ്ത് ഇവിടെ ട്രാപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കെട്ടേണ്ട സമയം വരുമ്പോൾ നീയും നിൻ്റെ ഫാമിലിയൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുക, എന്നിട്ട് മതം മാറണമെന്ന് പറയുന്നത് ദാറ്റ് ഈസ് സ്റ്റുപ്പിഡിറ്റി. ഡോണ്ട് ചീറ്റ് പീപ്പിൾ. ഇവിടെ വരുന്നത് എന്താണെന്നറിയോ, ഈ ഫെനറ്റിക് എന്നുള്ളൊരു വേർഡുണ്ടല്ലോ, ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മൾ ഈ മതം വെച്ചിട്ട് മതത്തിന് ഇപ്പം നാളെ ആരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു, എനിക്ക് ഐ ഫെൽറ്റ് സോ എഷെയിംഡ്. അയാൾ ചോദിക്കുന്നു, 2 മുസ്ലിംസാണ് ചോദിക്കുന്നു, ഒരുത്തൻ ഞാൻ മുസ്ലിം ആയിരുന്നു, റിട്ടയർഡ് മുസ്ലിം എന്ന് പറയും, എക്സ് മുസ്ലിം. അവൻ ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞത്, എൻ്റെ ഉമ്മാനെ വേണമെങ്കിൽ പറഞ്ഞോ അവർ വേശ്യയാണെന്നുള്ളത്, എൻ്റെ വാപ്പാനെ വേണമെങ്കിൽ പറഞ്ഞോ, എൻ്റെ പെങ്ങളെ പറഞ്ഞു, എൻ്റെ ഭാര്യയെ പറഞ്ഞു, പക്ഷെ പടച്ചവനെ പറ്റി പറയാൻ പാടില്ല. ഇതിനെന്താ ഞാൻ പറയുക? ഈ ഒരു സംഭവം നമ്മുടെ ഇമാജിനേഷനിലുള്ളൊരു സംഭവത്തിന് അതിനെപ്പറ്റി പറയരുത്. എനിക്ക് ജന്മം തന്ന എന്നെ ഉമ്മാനെ വേശ്യാന്ന് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഇതെന്ത് മൈൻഡ് സെറ്റാണോ ഇത്? ഇവിടെയല്ലേ ഞാൻ പറയുന്നത്, ഈ ഫെനറ്റിസം തലയിൽ കയറ്റി നിങ്ങൾ ജാതിയും മതവും ഇങ്ങനെ തലയിൽ കയറ്റിയിട്ട് ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ മക്കളെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല, ഉമ്മാനെക്കുറിച്ച് പറഞ്ഞാൽ, ജന്മം തന്ന ഉമ്മയെക്കുറിച്ച് പറഞ്ഞാൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഫെനറ്റിസം. ഇത് ചില വർഗങ്ങൾ അവർ ഇത് വെച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇങ്ങനെ മനുഷ്യനെ കൺഫ്യൂസ് ചെയ്തിട്ട് അവരുടെ ജീവിതം അതാണ്. അവർക്കിതല്ലാതെ വേറെ പണിയൊന്നും അറിയില്ല. അപ്പം അവരെങ്ങനെങ്കിലുമൊക്കെ സ്വർഗത്തിൻ്റെ പേര് പറയും, അവിടെ തേനിൻ്റെ പുഴയുണ്ട്. ആർക്ക് വേണം തേനെന്ന്? ഇവിടെ ഡയബറ്റീസ് ആയിട്ട് നടക്കുകയാണ്. അവിടെ മുകളിൽ പോയിട്ട് എന്ത് തേനിൻ്റെ പുഴ? അത് ചോദിച്ചോ ആരെങ്കിലും? ഈ പറയുന്നതിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, മോനെ എനിക്ക് ഡയബറ്റീസാണ്, അവിടുത്തെ തേനിൻ്റെ പുഴയിൽ ഞാൻ എന്ത് ചെയ്യാൻ? അതങ്ങനെയല്ല. അവനെന്താ ജസ്റ്റിഫിക്കേഷൻ പറയാം? തേനിൻ്റെ പുഴയുണ്ട്, പാലിൻ്റെ പുഴയുണ്ട്, മദ്യത്തിൻ്റെ പുഴ ഒക്കെ അടിച്ചാൽ നമുക്ക് ഡയബറ്റീസാണ്. അത് അവിടെ പോയാൽ ഉണ്ടാവില്ല ഈ ഡയബറ്റീസ്. ഇവിടെ ഉള്ളതിനെല്ലാം അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അത് വെച്ചിട്ടുള്ള ഈ 72 ഹൂറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പറയുന്നത്. സോ വെൻ യു സേ സംതിങ്, ലോജിക്കായിട്ട് ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും വേറൊരു ലോകത്തിലാണ്. ആരെങ്കിലും പറഞ്ഞതിനെങ്കിലും ഫോളോ ചെയ്യുക. ഇനിയെങ്കിലും ഈ ചെറുപ്പക്കാർ ചിന്തിക്കണത് എന്താണ് ഈ പറയുന്നത്? ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ നിങ്ങൾ എല്ലാവരുടെ വായിക്കാൻ പറഞ്ഞാൽ വായിക്കൊന്നുമില്ല. എത്ര പേരുടെ ഹിന്ദുക്കൾ മഹാഭാരതം വായിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മഹാഭാരതം വായിച്ചിട്ടൊന്നുമില്ല ആരും. ഈ കഥ കുട്ടിക്കാലത്ത് കേട്ടുള്ള കുറേ കഥകൾ വെച്ചിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ വീമ്പിളക്കുന്നത്. ഏതെങ്കിലും സദസ്സിലൊക്കെ കയറി പറയുന്നത്. ഫുൾ മഹാഭാരതവും രാമായണമൊക്കെ വായിച്ചിട്ടുള്ള ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അന്നൊക്കെ എന്താ വെച്ചാൽ ജോയിൻറ്റ് ഫാമിലി ഉണ്ടായിരുന്നുകൊണ്ട് മുത്തശ്ശിമാർ കഥ പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിതൊക്കെ അറിയാം. ഇന്നത്തെ ജനറേഷൻ്റെ അടുത്ത് നീ ചോദിക്കുക, ഹൂ നോസ് അബൌട്ട് ദിസ് മിത്തോളജിക്കൽ സ്റ്റോറീസ്? നോബഡി നോസ്. നടദമയന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആർക്കും അറിയില്ല. അത് അന്ന് ഈ അച്ഛനും മുത്തശ്ശിമാരൊക്കെ കഥ പറഞ്ഞതുകൊണ്ട് തലയിൽ കിടപ്പുണ്ടത്. പക്ഷെ അതിനെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ വഴി മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മയെ വേണമെങ്കിൽ പറഞ്ഞോ, അച്ഛനെ വേണമെങ്കിൽ പറഞ്ഞോ, നോ, ഐ കാണ്ട് അക്സെപ്റ്റ് ഇറ്റ്. ദൈവത്തിനെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. പക്ഷെ പലയിടത്തും നമ്മൾ ദൈവത്തിനെ കാണുന്നുണ്ട്, അത് ദൈവമായിട്ട് വരുന്നുണ്ട്. അതൊരു വിശ്വാസമാണ്. നമുക്ക് ആ ഒരു ചീത്തപ്പേരിനുള്ള യോഗമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ വരുന്നുണ്ട്, അതാണ് ദൈവം. അത് ഏത് രൂപത്തിലും ആവാതെ, അല്ല ഇതേ രൂപം തന്നെയാണ്, ഈ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, അതിനെ മാത്രം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ. അതെല്ലാം അതിൽ പറയും, ഈ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ പറഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിനെ ഭിന്നിപ്പിച്ചിട്ട് ഇവിടെ 10 വോട്ട് കിട്ടാൻ വേണ്ടി നടക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ പെടുന്നവരാണ് നമ്മളിപ്പോൾ. അത് പെടരുത്. ബീയിങ് എ പാർട്ടി ലീഡർ,
ഡിറ്റാച്ച്ഡ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ ഡിറ്റാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ മനുഷ്യനായിട്ടാണ് സംസാരിക്കുന്നത്. ഐ എം നോട്ട് ടോക്കിംഗ് എഗൻസ്റ്റ് BJP, ഐ എം നോട്ട് ടോക്കിംഗ് എഗൻസ്റ്റ് കോൺഗ്രസ്, ദിസ് തിങ്. പക്ഷേ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റിൻ്റെ സെർട്ടൺ ഐഡിയോളജി ഐ കനോട്ട്. ഹർത്താലെന്നും പറഞ്ഞിട്ട് നിങ്ങൾ കാണിക്കുന്ന അട്രോസിറ്റീസിന് ഐ കനോട്ട് അക്സെപ്റ്റ് ഇറ്റ്. ഹൂ ആർ യു ടു കം ടു മൈ ഹൗസ് ആൻഡ് ആസ്ക് മീ ടു ക്ലോസ് മൈ ഷോപ്പ്? എൻ്റെ വീട്ടിന് മുന്നിലൊരു ഷോപ്പ് അടയ്ക്കാൻ നീ ആരുടെ വന്നിട്ട് പറയാൻ? ഭാരതം മുഴുവൻ ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭാരതത്തിൽ ഒരു ബന്ധമില്ല വളരെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ. അപ്പോൾ അത് കമ്മ്യൂണിസത്തിൻ്റെ അട്രോസിറ്റീസാണ്. പക്ഷേ അതിനി അവർ മനസ്സിലാക്കണം. കഴിഞ്ഞ ഹർത്താൽ നമ്മൾ കണ്ടതാണത്. ജനങ്ങൾ മറുപടി പറയാൻ തുടങ്ങുന്നത്. ഇത്രയും കാലം ജനങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ജനങ്ങൾ പുറത്തിറങ്ങി ഒരു മറുപടി പറയാൻ തുടങ്ങി. തിരിച്ച് കയ്യിൽ ആയുധമെടുക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ മറ്റവൻ്റെ നാശത്തിൻ്റെ തുടക്കമാണെന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം എൻ്റെ പാർട്ടി എന്തോ, ഞാൻ മനുഷ്യത്വത്തിനെ കുറിച്ച് സംസാരിക്കും, രാഷ്ട്രത്തിനെ കുറിച്ച് സംസാരിക്കും. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഇതാണ് നമ്മുടെ പോളിസി, നിങ്ങൾ പോളിസി, സോറി, ഞാൻ ഈ പാർട്ടിയും വിട്ടാൽ മതിയല്ലോ. എനിക്കിപ്പം നിങ്ങൾ പറയുന്നു ഫുള്ള് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഔദാര്യം ചോദിച്ച് വരുന്നുമില്ല. ഒരു ട്രെയിനിൻ്റെ ടിക്കറ്റ് പോലും എമർജൻസി കോട്ടയ്ക്ക് ഞാനൊരു MPയുടെ അടുത്ത് പോകാറില്ല. ബിക്കോസ് അതിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവിടെ വല്ല ടീച്ചറെടുത്ത് ചോദിച്ചാൽ കിട്ടുമോ? സോ അങ്ങനെ ഒരു പ്രത്യേക ടിപ്പിക്കൽ ടൈപ്പാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ ചോദിച്ചില്ല, പാർട്ടിക്ക് അഗൻസ്റ്റ് ഒന്നുമില്ല. ഡിറ്റാച്ച്ഡ് അല്ല, ടോൺ എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്ഡ് ആണ്. ഞാനിപ്പോഴും BJP എന്നുള്ളതുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ ഈ ഒരു അവസ്ഥ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പല പാർട്ടിക്കാരും അലയൻസ് പാർട്ടീസ് ഇപ്പം എന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. വൈ ഡോണ്ട് യു സ്റ്റാർട്ട് അവർ പാർട്ടി ഓവർ ദെയർ എന്നുള്ളത് കേരളത്തിൽ. ഒരു പക്ഷേ ഞാൻ ആ ചിന്താഗതിയിൽ വരികയാണെങ്കിൽ അതിന് ഇഫ് ഐ ഗെറ്റ് ദ ബ്ലെസ്സിങ്സ് ഫ്രം അമിത് ഷാജി ആൻഡ് പ്രൈം മിനിസ്റ്റർ, അലയൻസ് പാർട്ടിയല്ലേ, അവർ സമ്മതിക്കുകയാണെങ്കിൽ യെസ് ഐ സ്റ്റാർട്ട്. ബിക്കോസ് ഫോർമേഷൻ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറയാറുണ്ട്. എൻ്റെ മുസ്ലിം ഫ്രണ്ട്സ് അടക്കം പറയും, സാർ ഈ BJPയിലായതുകൊണ്ടാണ്, താമരയ്ക്ക് ഞങ്ങൾക്കാണ് വോട്ട് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ വേറെ സാർ വാ,